മനുഷ്യ ശരീരത്തിന്റെ അത്ഭുതം. അതെന്തിനാണ് അള്ളാഹു അങ്ങനെ പടച്ചത്? മനുഷ്യ ശരീരം എടുത്തു പരിശോധിച്ചാൽ ശരീരം ഒന്നുള്ളൂവെങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണം വീതം കാണാൻ സാധിക്കും. ഇതെന്തിനാണ് അള്ളാഹു ഇങ്ങനെ സൃഷ്ടിച്ചതെന്ന് നമ്മോട് ചോദിക്കുകയാണ് ഇച്ഛ അദ്ദേഹത്തിന്റെ ഈ വിരുദ്ധത്തിലൂടെ. കുന്നിൽ രണ്ടില്ല രണ്ടൊന്നിലഞ്ചുണ്ട് പണ്ടാരി കണ്ടത് വീടാ. കെട്ടിലഞ്ചുണ്ട് സൈനേറ്റ് കൈപോട്ടി മൈ കാട്ടി വെപ്പത് വീടാ. ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന്, ഒരൊന്ന് ഒന്ന്. ആ ഒന്നിൽ രണ്ടില്ല, രണ്ടൊന്നിൽ അഞ്ചുണ്ട്. അഥവാ രണ്ടായി കാണുന്ന ഒന്നിൽ അഞ്ചുണ്ട്. മനുഷ്യ ശരീരം ഒന്നുള്ളൂവെങ്കിലും അവയവങ്ങളെല്ലാം രണ്ടെണ്ണം വീതം കാണാൻ സാധിക്കും. നാം സഞ്ചരിക്കുന്ന നമ്മുടെ കാലുകൾ, നാം ചലിപ്പിക്കുന്ന നമ്മുടെ കൈകൾ, ഇതെല്ലാം ഒരേ തരത്തിലുള്ള അവയവങ്ങളാണ്. പക്ഷേ രണ്ടെണ്ണമുണ്ട്. ഓരോ കൈയിലും കാലിലും 5 വിരലുകൾ വീതമുണ്ട്. ഇതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് പണ്ടാരി അഥവാ മനുഷ്യവാഹനം ഇവിടെ മനുഷ്യനെ ഒരു കപ്പലിനോടായി ഉപമിച്ചിരിക്കുകയാണ്. ആ കപ്പലിനെ നിയന്ത്രിക്കുന്നവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സൂഫി നമ്മോട് ചോദിക്കുകയാണ്. ഏക്കെട്ടിൽ അഞ്ചുണ്ട് സൈനേട്ട് കൈപ്പൂട്ടി മൈക്കാട്ടി വെപ്പതെവിട. അഥവാ നമ്മുടെ ശരീരത്തിൽ 8 പ്രധാനപ്പെട്ട അവയവങ്ങളുണ്ട്. അതിലും പ്രധാനപ്പെട്ട 5 അവയവങ്ങൾ വേറെയുമുണ്ട്. അതിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു അവയവമുണ്ട്, അതവന്റെ കൈയാണ്. ഇരു കൈകളും കെട്ടിപ്പൂട്ടി സത്യപ്രതിജ്ഞ ചെയ്ത് എവിടെയാണ് നിൽക്കുന്നത്? അള്ളാഹു ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയത് അവനെ ആരാധിക്കാൻ വേണ്ടിയാണ്. ആരാധനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ആരാധനയാണ് നിസ്കാരം. ആ നിസ്കാരത്തിൽ ഈ 5 പ്രധാനപ്പെട്ട ഫർളുകളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? നോക്കുന്ന കൊമ്പെണ്ണും ഇരാറിലഞ്ചുണ്ട്, നോക്കുന്ന കൊമ്പെണ്ണും ഇരാറിലഞ്ചുണ്ട്, കൈക്കുന്ന കാതലെ വിടാ. നോക്കിത്തിരിക്കുന്നു കൺചുണ്ട് തൻചുണ്ട്, അടിച്ചിട്ട് വെപ്പത് വീടാ. നോക്കുന്ന കൊമ്പിൽ ഈരാറ് 12. ഇവിടെ നിസ്കാരത്തിന് ഒരു വൃക്ഷത്തിനോടായി ഉപമിച്ചിരിക്കുകയാണ്. ആ വൃക്ഷത്തിന്റെ 12 ചില്ലകൾ, അവ നിസ്കാരത്തിന്റെ 12 ഫർളുകൾ. നിസ്കാരത്തിന് 14 ഫർളുകളാണുള്ളത്. അതിൽപ്പെട്ട ഒന്നാണ് നിയ്യത്ത്. അതാ വൃക്ഷത്തിന്റെ മുരടാണ്. ആ മുരടിന്മേലാണ് നിസ്കാരം എന്ന ആ വലിയ വൃക്ഷം നിലകൊള്ളുന്നത്. പിന്നീടൊന്ന് തർത്തീബ്. ഈ 12 ചില്ലകളിൽ നിന്നും പ്രധാനപ്പെട്ട 5 ചില്ലകൾ വേറെയുമുണ്ട്. റുകൂഅ്, സുജൂദ്, ഇഅ്തിദാല്, തക്ബീറത്തുൽ ഇഹ്റാം, ഖിയാം എന്നിങ്ങനെയുള്ള 5 പ്രധാനപ്പെട്ട ഫർളുകളും എവിടെയാണ് കായ്ക്കുന്നതെന്ന കാതലായ വശം നാം ചിന്തിക്കാറുണ്ടോ? നോക്കിത്തിരിക്കുന്ന കൺചുണ്ട് തൻചുണ്ട്, അടിച്ചിട്ട് വെപ്പത് വിട. നോക്കിത്തിരിക്കുന്ന കൺചുണ്ട് തൻചുണ്ട് എല്ലാം നോക്കി മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന നമ്മുടെ കണ്ണിന്റെ ആധാരം, അത് അടച്ചിട്ട് തിരിച്ചിട്ട് എവിടെയാണ് വെക്കുന്നത്? അള്ളാഹുവിന്റെ മുന്നിൽ നിന്നും അതെങ്ങോട്ടെങ്കിലും മാറിപ്പോകുന്നുണ്ടോ? അതായത് നിസ്കാരത്തിൽ ഭക്തി വേണമെന്നാണ് അവിടുന്ന് നമ്മോട് പറയുന്നത്. അങ്ങനെ ആ ശരീരം എങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെ കുറിച്ച് ഇച്ഛ അദ്ദേഹത്തിന്റെ മറ്റൊരു വിരുദ്ധത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നു. മൗത്ത് കൊണ്ട് ചമേത്ത മണ്ണറ പൊക്ക് പൂവതിൽ മുന്നമേ, മാട്ടുമേൽ പണിയും ഹൃദയം ഒന്നടക്കി ഹ്വാങ്കളെ, ഒന്നടക്കി ഹ്വാങ്കളെ. മരണം അത് സത്യമാണ്. എല്ലാ ജീവനുള്ള വസ്തുക്കളും അനുഭവിക്കുന്ന സത്യം. ഒരു നാൾ 6 കാലുള്ള കട്ടിലിൽ കയറി മണ്ണറയിലേക്ക് പോകേണ്ടവരാണ് നമ്മൾ. ആ മണ്ണറ പോക്കിന് മുന്നേ മാട്ടുമേൽ പണിയും ഹൃദയം ഒന്നടക്കി ഹുവാങ്കളെ. മാട്ടുമേൽ പണിയും ഹൃദയം, അതായത് എല്ലാ ആഗ്രഹങ്ങളിലേക്കും ചെരിഞ്ഞു പോകാൻ സാധ്യതയുള്ള ഹൃദയം എന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ ഹൃദയം എന്നതുകൊണ്ട് കൽബ് എന്ന വാക്കാണ് പ്രയോഗിച്ചിട്ടുള്ളത്. കൽബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറയുന്നത് എന്നർത്ഥം. പരിശുദ്ധ ഖുർആനിൽ മുത്മഇന്ന എന്ന വാക്കാണ് അടക്കം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ആ മുത്മഇന്ന എന്ന അവസ്ഥയിൽ നീ എത്തിയാൽ
സൗത്തതൊക്കെയും കേൾക്കും സാമയ തന്നിലും പുകൾ കൊണ്ട് നീ സിദ്ദീഖിന്റെ ഇസ്മാലുമേ കലർന്നിട്ട് കൊൾമരുവാർകളെ കലർന്നിട്ട് കൊൾമരുവാർകളെ. അതായത് സൃഷ്ടാവായ അള്ളാഹു പുകഴ്ത്തി പറഞ്ഞവരുടെ കൂട്ടത്തിൽ നിനക്കും പെടാൻ സാധിക്കും. സിദ്ദീഖിന്റെ സുമാലുമേ, സിദ്ദീഖ് എന്ന വിളിപ്പേരിലേക്ക് നിനക്ക് എത്താൻ സാധിക്കും. സിദ്ദീഖീങ്ങൾ അവർ ഔലിയാക്കളിലെ ഉന്നത മർത്തബയാണ്. അവർ എന്നെന്നും നിലനിൽക്കുന്ന ആ നശിക്കാത്ത വീടിനെ കുറിച്ച് അറിവുള്ളവരാണ്. അവർ അവരുടെ ജീവിതത്തിന്റെ ഇച്ഛയെ ക്ഷണിക്കുന്ന എല്ലാ ഹവകളിൽ നിന്നും വിട്ടു നിന്നവരുമാണ്. സൂഫി തുടരുന്നു. മൗത്തദാകിലും മുന്നമേ മരിത്തുള്ളവർ ഇവരാകുമേ. മന്നരെ അടിത്താൽ മണപ്പരി സന്യസീബനിക്കില്ലയോ, സന്യസീബനിക്കില്ലയോ. മൗത്തദാകിലും മുന്നേ മരിപ്പുള്ളവർ, അവർ മരിക്കുന്നതിന് മുന്നേ മരിച്ചവരാണ്. അവരുടെ മരണവും ജീവിതവും സമമാണ്. അള്ളാഹുവിലേക്ക് ചേരാൻ വേണ്ടി വെമ്പി നിൽക്കുന്നവർ, അവരുടെ കൂടെ കൂടാൻ സാധിച്ചാൽ അതാണ് വിജയം. അതിനാണ് നാം പ്രയത്നിക്കേണ്ടതും. അതിനു വേണ്ടത് എന്തെന്ന് വെച്ചാൽ മാട്ടുമേൽ പണിയും ഹൃദയം ഒന്നടക്കി ഹ്വാങ്കളെ, ഒന്നടക്കി ഹ്വാങ്കളെ. ഹൃദയമടക്കി മുത്തുമയിന്ന ആക്കി വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.